നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ് 16 കോടിയുടെ മരുന്ന് വേണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ, നമുക്കതിന് വേണ്ടിയിട്ട് കൈകോർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളും അതിലേക്ക് കാശ് അല്ലെങ്കിൽ സഹായം ചെയ്തവരായിരിക്കാം. ഈ വീഡിയോ കാണുന്ന പലരും സഹായം ചെയ്തവരായിരിക്കാം. അപ്പോൾ എന്താണ് ആ മരുന്നിന് അത്രയും വില, അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നാണ് പറയുന്നത്. SMA അഥവാ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ ശക്തി ക്രമേണ നഷ്ടപ്പെടുന്ന ഒരു അപൂർവ ജനിതക രോഗമാണിത്. ഇത് പ്രധാനമായും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഒക്കെയാണ് ബാധിക്കുന്നത്. ചില കേസുകളിൽ മുതിർന്നവരിലും ഇത് കാണപ്പെടാറുണ്ട്. നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് അഥവാ നമ്മുടെ ശരീരത്തിലെ പേശികളെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങൾ ക്രമേണ നശിക്കുന്നതാണ് SMA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ ന്യൂറോൺസ് നശിക്കുമ്പോൾ നമ്മുടെ പേശികൾ ദുർബലമാകുകയും ചലനശേഷി കുറയുകയും ചെയ്യുന്നു. ഇനി മിക്ക കേസുകളിലും അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമാണിത്. ഓട്ടോസോമൽ റിസസീവ് ആണ് ഇത്. അമ്മയും അച്ഛനും ഓരോ തകരാറുള്ള ജീൻ വീതം കൈമാറുമ്പോഴാണ് കുട്ടിക്ക് രോഗം വരുന്നത്. പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൈകാലുകൾക്ക് ബലക്കുറവ്, തല ഉയർത്താൻ ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞുങ്ങളിൽ തല ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക, ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കഴിയാതെ വരിക, വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ശ്വാസതടസ്സം, പേശികൾ മെലിഞ്ഞു പോവുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് SMA എന്ന് പറയുന്ന അസുഖം ബുദ്ധിശക്തിയെ സാധാരണയായിട്ട് ബാധിക്കില്ല. രോഗികൾക്ക് ചിന്തിക്കാനും പഠിക്കാനും സാധാരണ പോലെ തന്നെ കഴിവ് ഉണ്ടായിരിക്കും. ഇനി SMAക്ക് പല തരങ്ങളുണ്ട് കേട്ടോ. ടൈപ്പ് 0 എന്ന് പറയുന്നത് ജനനത്തിന് മുമ്പേ തുടങ്ങുന്ന ഏറ്റവും ഗുരുതര രൂപമാണ്. നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇത് തുടങ്ങുന്നു. ടൈപ്പ് 1 എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ തുടങ്ങുന്നു. ചികിത്സയില്ലെങ്കിൽ ജീവന് വലിയ അപകട സാധ്യത ഉണ്ടാകും. ടൈപ്പ് 2 എന്ന് പറയുന്നത് 6 മുതൽ 18 മാസം ആ കാലയളവിൽ തുടങ്ങുന്നതാണ്. ഇരിക്കാൻ കഴിയും, പക്ഷെ നടക്കാനായിട്ട് സാധിക്കത്തില്ല. ടൈപ്പ് 3 എന്ന് പറയുന്നത് 18 മാസത്തിന് ശേഷം തുടങ്ങുന്നവയാണ്. നടക്കാൻ കഴിയുമെങ്കിലും പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ടൈപ്പ് 4 എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ശേഷം തുടങ്ങുന്ന ഏറ്റവും ലഘുരൂപമാണ്. ഇത് നമുക്കിന്ന് രോഗനിർണയം നടത്താം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനിതക പരിശോധന, ജനറ്റിക് ടെസ്റ്റ് വഴിയും EMG വഴിയും ആവശ്യമാണെങ്കിൽ മറ്റ് നാഡീ പരിശോധനകൾ വഴിയും നമുക്ക് രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. ഇതിന് ഇന്ന് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. പണ്ടൊക്കെ 1-2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ രോഗി അല്ലെ ഈ കുഞ്ഞ് മരണപ്പെടുമായിരുന്നു. പക്ഷെ ഇന്ന് ഇതിന് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. രോഗം പൂർണ്ണമായി മാറ്റാനാകില്ലെങ്കിലും പുരോഗതി മന്ദഗതിയിലാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. ജീൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, ശ്വാസ സഹായം, പോഷക പരിചരണം, റിസ്റ്റിപ്ലാം, പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള 16 കോടി രൂപയുടെ മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇപ്പം നമ്മുടെ നിലവിൽ ഈ ലോകത്തുനിന്ന് ലഭ്യമാണ്. ഇത് എത്ര അപൂർവമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 10,000 ജീവനിൽ ഒരു കുട്ടിക്ക് SMA ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 50 പേരിൽ രോഗലക്ഷണമില്ലാത്ത വാഹകരായിട്ട് ഒരു കാരിയർ കാണാമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഈ സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ചികിത്സ, ആ ചികിത്സ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ചികിത്സകളിലൊന്നാണ്. ഏകദേശം ചെലവെന്ന് പറയുന്നത് ഓരോരോ മെഡിസിന്റെ അടിസ്ഥാനത്തിലിരിക്കും. നമ്മുടെ സോൾജസ്മ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഏകദേശം 16 മുതൽ 18 കോടി ഒറ്റത്തവണ നൽകുന്ന ജീൻ തെറാപ്പിക്ക് 16 മുതൽ 18 കോടി വരെയാണ് അതിന്റെ വില വരുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരുന്നുകളിലൊന്നാണ് ഈ പറയുന്നത്. ഇനി സ്പിൻറാസ എന്ന് പറയുന്ന ഒരു മരുന്ന് ആദ്യ വർഷം ഏകദേശം 5 മുതൽ 7 കോടി വരെ ഇതിന് ചെലവാകും. തുടർന്ന് ഓരോ വർഷവും 2 മുതൽ 4 കോടി വരെ ഇതിന് ചെലവാകാം. പിന്നെ റിസ്റ്റിപ്ലാം എന്ന് പറയുന്ന ഒരു മരുന്ന് രോഗിയുടെ പ്രായവും ഭാരവും അനുസരിച്ച് വർഷത്തിൽ ഏകദേശം 1 മുതൽ 3 കോടി രൂപ വരെ ചെലവാകാം. ഇനി ഈ മരുന്നിന്റെ വില എന്ന് പറയുന്നത് രാജ്യം, അല്ലെങ്കിൽ അത് നൽകുന്ന ആശുപത്രി, അല്ലെങ്കിൽ ആ മരുന്നിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ചാരിറ്റി സഹായം കിട്ടുന്നുണ്ടോ, അല്ലെ സർക്കാർ സഹായം കിട്ടുന്നുണ്ടോ എന്നിവ അനുസരിച്ച് യഥാർത്ഥ ചെലവ് മാറാം. ചില രാജ്യങ്ങളിൽ സർക്കാർ പദ്ധതികളും മരുന്ന് കമ്പനികളുടെ സഹായ പദ്ധതികളും വഴി ചെലവ് കുറയാനായിട്ട് സാധിക്കുന്നുണ്ട്. SMA ചികിത്സ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാകുന്നതാണ്. ചില മരുന്നുകൾക്ക് 16 കോടിയിലധികം വരെ വില വരുന്നതിനാൽ ഇത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ചികിത്സകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്.